ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. നിങ്ങളിൽ എത്ര പേരിലോട്ട് ആ സമ്മാനം എത്തിപ്പെടുമെന്നുള്ളത് സാക്ഷാൽ അറുമുഖനായ ഷൺമുഖൻ്റെ തീരുമാനമാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ സമ്മാനം നിങ്ങളിലോട്ട് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സമ്മാനം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ വരുന്ന ആഗസ്റ്റ് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച വരുന്നത്. ആടിക്കൃത്തികയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതാണ്. അപ്പം ഈ വർഷം ആടിക്കൃത്തിക 7-ാം തീയതിയാണ് വരുന്നത്. എങ്കിലും നമ്മൾ നാളെ ആഗസ്റ്റ് 2 ഞായറാഴ്ച മുതൽ 6 ദിവസം തുടർച്ചയായിട്ട് നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഒരു മന്ത്രം എഴുതുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു മന്ത്രം നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും എത്ര നടക്കാത്ത ആഗ്രഹത്തെ നിങ്ങളിലോട്ട് കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു മന്ത്രമാണ്. സാധാരണ നമ്മൾ 48 ദിവസത്തെ 21 ദിവസത്തെ എഴുതുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത് മറ്റൊരു രീതിയാണ്. തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്ക് എഴുതി നമ്മുടെ ആഗ്രഹം സാധിക്കാൻ പറ്റുന്ന ഒരു രീതി. അവിടെ നമ്മളിത് എല്ലാ ദിവസവും എഴുതേണ്ടുന്ന ഒരു കാര്യമാണ്. മുടക്കം വരുത്താൻ പാടില്ല. പീരിയഡ്സ് ആണെങ്കിലും പുലയാണെങ്കിലും വാലായ്മയാണെങ്കിലും നമുക്കിത് എഴുതാവുന്നതാണ്. പക്ഷേ നോൺ വെജ് കഴിച്ചിട്ട് നമ്മളിത് എഴുതരുത്. ഈ പീരിയഡ്സ് പുല വാലായ്മ എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് എപ്പോൾ വരും അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മളെ തേടി വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നോൺ വെജ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്, കഴിക്കണോ വേണ്ടായോ എന്നുള്ളത്. നോൺ വെജ് നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഇത് എഴുതിയിട്ട് നിങ്ങൾ കഴിച്ചോളും. അങ്ങനെ അല്ലാത്ത പക്ഷം ഈ ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 7 വരെ തുടർച്ചയായ 6 ദിവസം ആടിക്കൃത്തികയുടെ അന്ന് വരെ നമുക്ക് വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം എഴുതാം. അപ്പം വ്രതമൊക്കെ എടുത്ത് നമ്മൾ മന്ത്രം എഴുതുന്നവരാണെങ്കിൽ നമ്മളൊരു ദീപം കൊളുത്തുന്ന രീതിയുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിപ്പം ഈ മന്ത്രം എഴുതുന്ന രീതി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എഴുതുന്ന രീതി, ഞാൻ ചില സമയത്ത് മാസങ്ങളിൽ ഷഷ്ടി വരുമല്ലോ, കറുത്ത പക്ഷത്തിലെ അല്ല വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി വരുമ്പം പ്രഥമ മുതൽ ഷഷ്ടി വരെയും, ചിലപ്പം ചൊവ്വാഴ്ച മുതൽ തുടർച്ചയായ 6 ദിവസവും. അതാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ശരവണ ഭവ എന്നുള്ള മന്ത്രം എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ശരഹണ ഭവയാണ് എഴുതുന്നത്. ശരവണ ഭവ എഴുതാമോ? എല്ലാവരും അതല്ലേ എഴുതുന്നത്? ഇതിനു മുൻപേ സംശയം ഉണ്ടായിരുന്നു. ഭഗവാന്റെ ഓരോ മുഖങ്ങളെയും കുറിക്കുന്നത് കൊണ്ടാണ് ശരഹണ ഭവ എന്ന് പറയുന്നത്. ശരഹണ ഭവ ഇവ 2 പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യും നമുക്ക് ശരവണ ഭവയാണെങ്കിൽ. അതുകൊണ്ടാണ് ഹ വരുന്നത്. ശരവണ ഭവയാണെങ്കിലും ശരഹണ ഭവയാണെങ്കിലും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഭഗവാന്റെ കടാക്ഷം നമുക്ക് ആവോളം ലഭിക്കുകയും ചെയ്യും. ഞാൻ ശരഹണ ഭവയാണ് എഴുതുന്നത്. അപ്പം നമ്മൾ ഈ രീതിയിൽ വേണം എഴുതാൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രഥമ മുതൽ ഷഷ്ടി വരെ തുടർച്ചയായ 6 ദിവസം. ഒരു ദിവസം നമ്മളിത് 36 തവണയാണ് എഴുതുന്നത്. അതായത് ശരഹണ ഭവ 6 പ്രാവശ്യം, രഹണ ഭവശ 6 പ്രാവശ്യം, ഹണഭ വശര 6 പ്രാവശ്യം, നഭവ ശരഹ 6 പ്രാവശ്യം, ഭവശ രഹണ 6 പ്രാവശ്യം, വശര ഹണഭ 6 പ്രാവശ്യം. ഇത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമ്മൾ എഴുതി തീർക്കണം. ഇത് ഞാനീ കാണിച്ചിരിക്കുന്നത് പോലെ നമ്പേഴ്സ് ഇടണമെന്നോ ഡേറ്റ് ഇടണമെന്നോ ഒന്നുമില്ല. 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നമ്മളിത് എഴുതുക. ഇത് ഈ 6 ദിവസവും നമ്മൾ എഴുതുമ്പം ഒരേ സമയം തന്നെ പാലിച്ചാൽ അത് വളരെ ഉത്തമമായിരിക്കും. മറ്റേ 48 ദിവസം നമ്മൾ എഴുതുമ്പം നമുക്കൊരു ദിവസത്തിൽ ഏതൊരു സമയത്തും എഴുതാം. ഇത് 6 പ്രാവശ്യം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഒരേ സമയം പാലിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബുക്ക് എടുക്കുന്നു, എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിൽ എഴുതാം, A4 ഷീറ്റ് ഒരു പേപ്പർ മേടിച്ചിട്ട് അതിലെഴുതാം. കാരണം ഈ പീരിയഡ്സ് പുല വാലായ്മ ഇതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് എഴുതി ആടിക്കൃത്തികയുടെ അന്നത്തെ ദിവസം
6ാമത്തെ ദിവസം കൂടിയാണ്. അന്ന് നമ്മളിത് എഴുതി ഫോൾഡ് ചെയ്ത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതിയാകും. പീരിയഡ്സ് പോലെ വാലായ്മ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ എഴുതി നിങ്ങളത് സൂക്ഷിച്ച് വെച്ചോളൂ. നിങ്ങളത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കേണ്ട. അടുത്ത വർഷത്തെ ആടിക്കൃത്തിക വരെ നിങ്ങൾക്കത് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാധ്യ ശേഷം ആ ഒരു പേപ്പർ വെള്ളത്തിലിട്ട് അലിയിച്ച് തുളസി ചെടിയുടെ ചുവട്ടിൽ കളഞ്ഞാൽ മതിയാകും. അപ്പം നമ്മളിത് ഈ രീതിയിൽ വേണം എഴുതാനായിട്ട്. നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് എഴുതിയാൽ ഫലം കിട്ടും. ഇത് ചൊല്ലാമോ എന്നുള്ളൊരു സംശയം ചിലർക്ക് തോന്നും. ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കും. ഇനി രാവിലെ എഴുതാൻ സമയമില്ലാത്തവർക്ക് വൈകിട്ടാണെങ്കിലും എഴുതാം. പക്ഷേ ഈ 6 ദിവസം, ഒരു ദിവസം 36 പ്രാവശ്യം വെച്ച് തുടർച്ചയായ 6 ദിവസം നമ്മളിത് എഴുതുമ്പോൾ വളരെ നല്ല അത്ഭുതമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കും. ഈ 6 ദിവസത്തിനുള്ളിൽ ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സൈൻ കാണിച്ച് തന്നിരിക്കും. ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു സൈൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇനി 6 ദിവസം വ്രതമൊക്കെ എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല, നിങ്ങൾക്ക് പീരിയഡ്സും പോലെയും വാലായ്മയും തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് തുടർച്ചയായ 6 ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ വെറ്റില കിട്ടുന്നവരാണെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു വെറ്റില എടുക്കുക. അതിൽ ഒരു ദീപം നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് കൊളുത്തി വെറ്റിലയുടെ കാമ്പ് മുറിച്ച് അതിലിടുക. അതിന് മുൻപിലിരുന്ന് ഷഷ്ടി കവചം ഒരു പ്രാവശ്യം ജപിക്കാം. ഷഷ്ടി കവചം അറിയാത്തവർ, ബുക്ക് കയ്യിലില്ലാത്തവർ ഈ ഒരു ഓം ശരവണ ഭവ എന്നുള്ള ഭഗവാന്റെ ഷടാക്ഷര മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. 2ാമത്തെ ദിവസം, അതായത് ഞായർ കഴിഞ്ഞു തിങ്കളാഴ്ച 2 വെറ്റില എടുക്കുക, 2 ദീപങ്ങൾ കൊളുത്തുക. 3ാമത്തെ ദിവസം 3 വെറ്റില 3 ദീപം. 4ാമത്തെ ദിവസം 4 വെറ്റില 4 ദീപം. 5ാമത്തെ ദിവസം 5 വെറ്റില 5 ദീപം. 6ാമത്തെ ദിവസം 6 വെറ്റില 6 ദീപം. അതായത് ആടിക്കൃത്തികയുടെ അന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 6 ദീപങ്ങളും കൊളുത്തു. ഇനി വെറ്റില കിട്ടാനില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഷഡ്കോണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഷഡ്കോണം വരച്ച് ഓരോ ദിവസവും ആദ്യത്തെ ദിവസം ശ എന്നെഴുതിയ ത്രികോണത്തിൽ ദീപം കൊളുത്തുന്നു. 2ാമത്തെ ദിവസം രാ എന്നെഴുതിയതിൽ, 3ാമത്തെ ദിവസം വാ, 4ാമത്തെ ദിവസം നാ എന്നെഴുതിയതിൽ, 5ാമത്തെ ദിവസം ഭായിൽ, 6ാമത്തെ ദിവസം വായിൽ. അങ്ങനെ ശരവണഭവ കോലം നമ്മൾ ഈ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യാം. ഇനിയിപ്പം വെറ്റില ദീപം കൊളുത്താൻ പറ്റില്ല, ഷഡ്കോണ ദീപം കൊളുത്താൻ പറ്റില്ലാത്തവർക്ക് ഈ ഒരു എഴുതുന്നത് മാത്രം. ഇനി അതിലും കുറച്ചും കൂടി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഫലം വേണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഷഷ്ടി കവചം ഒരു ദിവസം 6 പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ്. അത് രാവിലെ 2 പ്രാവശ്യം, ഉച്ചയ്ക്ക് 2 പ്രാവശ്യം, വൈകിട്ട് 2 പ്രാവശ്യം, അങ്ങനെ. അല്ലെങ്കിൽ രാവിലെ 3 പ്രാവശ്യം, വൈകിട്ട് 3 പ്രാവശ്യം, അങ്ങനെ ഈ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ. അപ്പോൾ 6 36 പ്രാവശ്യം നമ്മൾ ഷഷ്ടി കവചം ജപിക്കും. അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ്. ഞാൻ ഇതിനു മുൻപ് അത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് സമയക്കുറവ് മൂലം പലർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചെയ്തിട്ടുള്ളവരൊക്കെ എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ട്, അത് മാറണം, അങ്ങനെയല്ല മക്കളുടെ വിവാഹം, ജോലിക്കാര്യം, വീട്, വാഹനം, ഇതുപോലെയുള്ള നമ്മുടെ സ്വപ്നങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു തരാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒറ്റയടിക്ക് 6 പ്രാവശ്യം ഒരു ദിവസം തന്നെ ഷഷ്ടികവചം ചൊല്ലുന്നത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഫോളോ ചെയ്യുന്നൊരു രീതി പറഞ്ഞു തരാം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഞാൻ ആ ചൊവ്വാഹോര സമയം നോക്കി, എല്ലാ ദിവസവും ചൊവ്വാഹോര ഉണ്ടല്ലോ. ഇപ്പോൾ ഞായറാഴ്ച ഒരു സമയത്തുണ്ട്, തിങ്കളാഴ്ചയുണ്ട്, ചൊവ്വാഴ്ചത്തെ ചൊവ്വാഹോര സമയം നമുക്കറിയാം. അപ്പോൾ ആ ചൊവ്വാഹോര സമയത്ത് ഭഗവാൻ മുരുകന് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് ഭഗവാന് മുൻപിലിരുന്ന് 6 തവണ ഷഷ്ടികവചം ജപിക്കും. എനിക്ക് ഏകദേശം ഒരു 30-45 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ തീർക്കും 6 പ്രാവശ്യം ചൊല്ലി. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ രാവിലെ 2, ഉച്ചയ്ക്ക് 2, വൈകിട്ട് 2, അല്ലെങ്കിൽ രാവിലെ 3, വൈകിട്ട് 3, അങ്ങനെ ആണെങ്കിൽ നമുക്ക് ജപിക്കാം. അപ്പം ഇതിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി ഇതൊന്നും പറ്റില്ലെങ്കിലും ഈ എഴുതുന്നത് ഇത് നിങ്ങൾ ചെയ്തോളൂ.
ഫലം ഉറപ്പായും ലഭിച്ചിരിക്കും. ഈ 6 ദിവസത്തിനിടയ്ക്ക് യാത്ര പോകണം, ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ ആ എഴുതുന്ന ബുക്ക് അല്ലെങ്കിൽ പേപ്പർ കയ്യിലെടുത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് ആ കറക്റ്റ് ടൈം നോക്കി നിങ്ങൾ എഴുതി വെച്ചാൽ മതി. മറക്കാതിരിക്കാൻ വേണമെങ്കിൽ എല്ലാ ദിവസവും എവരിഡേ എന്ന് കൊടുത്ത് ഫോണിൽ നമ്മൾ അലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറക്കുകയുമില്ല. അപ്പോൾ നാളെ മുതൽ എല്ലാവരും ഇത് എഴുതി തുടങ്ങിക്കോളൂ. ഇത് എഴുതുക എന്നുള്ളതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്രതമെടുക്കുന്നതും വ്രതമെടുത്ത് 6 ദീപങ്ങൾ ഓരോ ദിവസമായി കൊളുത്തുന്നതും അവനവൻ്റെ ചോയ്സാണ്. ഇത് ചെയ്താൽ ഫലം നിങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ ഈ 6 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മാസത്തിൽ ഷഷ്ടി വരുമ്പം പ്രഥമം മുതൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച മുതലൊക്കെ നമുക്ക് ഭഗവാനോട് നമുക്കൊരു ആഗ്രഹം വെച്ചുകൊണ്ട് ഇതേപോലെ എഴുതാവുന്നതാണ്. മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും നാളെ മുതൽ ഇത് എഴുതാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്കാവുള്ള സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിനു മുൻപ് സ്കന്ദഷഷ്ടി കവചം, വേൽമാറൽ ഇവയൊക്കെ വേണ്ടവർക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുപ്പുകഴാണ്. അരുണഗിരിനാഥർ എഴുതിയ തിരുപ്പുകൾ. സാക്ഷാൽ മുരുക ഭഗവാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന തിരുപ്പുകൾ. ആ തിരുപ്പുകൾ നിങ്ങളിൽ ഓരോരുത്തർക്കുമായിട്ട് ഞാൻ എത്തിക്കാൻ പോവുകയാണ്. ആഗസ്റ്റ് മുതൽ നവംബർ വരെ 4 മാസം കൊണ്ട് നമ്മൾ അയച്ചു തരും. അതായത് സ്കന്ദഷഷ്ടി വ്രതം വരുന്നതിന് മുൻപായിട്ട് വേണ്ടവരിലോട്ട് എത്തിക്കുക എന്നതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതായത് ഒരു മാസം ഒരു 30 പേർക്ക് അയക്കുക എന്നുള്ളത്. ആഗസ്റ്റ് മാസത്തിൽ 30 പേർക്ക്, സെപ്റ്റംബറിൽ 30 പേർക്ക്, ഒക്ടോബറിൽ 30 പേർക്ക്, നവംബറിൽ 30 പേർക്ക്, അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ആഗസ്റ്റ് മാസം നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ഇന്നു മുതൽ വരുന്ന 7-ാം തീയതി ആടിക്കൃത്തിക വരെ നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ച് തരാവുന്നതാണ്. ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേര്, മേൽവിലാസം, അതേപോലെ പിൻകോഡ്, ഫോൺ നമ്പറൊക്കെ മസ്റ്റായിട്ട് തന്നെ വെക്കണം. അത് കറക്റ്റ് ആ ഒരൊറ്റ സ്കെച്ചിൽ തന്നെ എനിക്ക് അയച്ചു തരണം. അതായത് പേര്, അഡ്രസ്സ്, മേൽവിലാസം, പോസ്റ്റ് ഓഫീസ്, അതായത് പിൻകോഡായിട്ട്, പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ. ഈ മൊബൈൽ നമ്പർ വെക്കാൻ പറയുന്നത് സ്പീഡ് പോസ്റ്റാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ അയച്ചു കഴിയുമ്പോഴത്തേനും പോസ്റ്റ്മാൻ വിളിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊബൈൽ നമ്പർ വെക്കണം എന്ന് പറയുന്നത്. ഇത്രയും തന്നെ വെച്ച് അയച്ചു തരണം. ഇതിലേതെങ്കിലും ഒന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ നിങ്ങൾ അയച്ചു തരണം. ഇതിന് പേയ്മെൻ്റ് ഒന്നും തന്നെ വേണ്ട. ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു സമർപ്പണമാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് തരിക എന്നുള്ളത്. അപ്പം നിങ്ങൾ അഡ്രസ്സ് അയക്കേണ്ടത് ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അതിലോട്ടാണ് നിങ്ങൾ അഡ്രസ്സ് അയക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച വരെ ആ ഇൻസ്റ്റഗ്രാം ID അവിടെ കാണും. അത് കഴിഞ്ഞാൽ ഞാനത് ഡിലീറ്റ് ചെയ്യും. പിന്നെ അടുത്ത മാസം സെപ്റ്റംബറിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയാം. അപ്പം 30 പേർക്കാണ് ആദ്യത്തെ ഇത് എന്നും പറഞ്ഞ് 30 പേർക്ക് അത്ര പേരെ അയക്കാവൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഞാനൊരു കണക്ക് പറഞ്ഞതാണ് 30 എന്നുള്ളത്. എന്തായാലും നവംബർ വരെ തുടർച്ചയായ എല്ലാ മാസവും വേണ്ടവർക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മറക്കാതെ തന്നെ അഡ്രസ്സ് അയക്കണം. കാരണം തിരുപ്പുകഴ് എന്ന് പറയുന്നത് സാക്ഷാൽ മുരുക ഭഗവാൻ തന്നെയാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.